കേരള രാഷ്ട്രീയത്തിലെ സുപ്രധാന സംഭവങ്ങൾക്ക് സാക്ഷിയായ തലശ്ശേരി കെഎസ് ബംഗ്ലാവ് ഇനി ഓർമ്മയിലേക്ക്. കെട്ടിടം പൊളിച്ചുമാറ്റൽ ആരംഭിച്ചു. നിലവിൽ ബംഗ്ലാവിന്റെ മേൽക്കൂര പൊളിച്ചു. കട്ടിളയടക്കമുള്ള മര ഉരുപ്പടികൾ ഏതാണ്ട് ഇളക്കിയെടുത്തു. പൊളിക്കാനുള്ള പ്രവൃത്തി പൂർത്തിയാക്കാൻ ഇനിയും ആഴ്ചകളെടുക്കും. നഗരത്തിലെ പുരാതന തറവാടുകളിൽ ഏറെ പഴക്കമുള്ളതാണ് കെഎസ് ബംഗ്ലാവ്. 85 വർഷത്തോളം പഴക്കമുള്ള ബംഗ്ലാവിൽ 12 കിടപ്പുമുറികളുണ്ട്. മുകളിലത്തെ നിലയിലും താഴത്തെ നിലയിലുമായി 2 അടുക്കള, 2 കാർ ഷെഡ്, വിറകുപുര, വളർത്തുമൃഗങ്ങൾക്കുള്ള സൗകര്യം എന്നിവയുമുണ്ട്. മക്കളുടെ മരണശേഷം മക്കളുടെ മക്കളായ 21 അവകാശികളാണ് ബംഗ്ലാവിലുണ്ടായിരുന്നത്. 12 ആളുകൾ താമസം മാറ്റിയതോടെ താമസിക്കാൻ 2 പേർ മാത്രമായി. ഒടുവിൽ ബംഗ്ലാവ് വിൽപ്പന നടത്തുകയായിരുന്നു. ബംഗ്ലാവിനോട് ചേർന്ന് 70 സെന്റ് ഭൂമിയുണ്ട്. തലശ്ശേരിയിൽ പഴയ മുസ്ലിം തറവാടുകളിൽ TC മുക്കിലെ മാളിയേക്കൽ, സ്റ്റേഡിയം കോർണറിലെ ബംഗ്ലാ എന്നിവയടക്കം വിരലിലെണ്ണാവുന്നവ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. കെഎസ് ബംഗ്ലാവിന് രാഷ്ട്രീയത്തിലും പറയാൻ കഥകളേറെയുണ്ട്. സംസ്ഥാന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒത്തുകൂടിയതാണ് കെഎസ് ബംഗ്ലാവ്. കേരള രാഷ്ട്രീയത്തിന് തലശ്ശേരിയുടെ സംഭാവനയായ CKP ചെറിയ മമ്മൂക്കൈ ഇവിടെയാണ് താമസിച്ചത്. ബ്രിട്ടീഷ് സർക്കാരിന്റെ ഖാൻ പട്ടം ലഭിച്ച ഖാൻ ബഹദൂർ വലിയ മമ്മൂക്കൈ തന്റെ 5 മക്കൾക്ക് നിർമ്മിച്ചതാണ് ബംഗ്ലാവ്. കുഞ്ഞാമിന, ബി കുട്ടി, ഉമ്മി, സാറു, കലന്തത്തി എന്നിവരായിരുന്നു മക്കൾ. 3ാമത്തെ മക്കളായ ഉമ്മിയെ കല്യാണം കഴിച്ചതോടെ ചെറിയ മമ്മൂക്കൈ ബംഗ്ലാവിൽ പുതിയാപ്ലിയായെത്തി. മുസ്ലിം ലീഗ് ഉൾപ്പെട്ട മുന്നണിക്ക് ആദ്യമായി ഭരണം ലഭിച്ച 1967 ബംഗ്ലാവ് സംസ്ഥാന നേതാക്കളുടെ പ്രവർത്തന കേന്ദ്രമായി. മക്കയിൽ മരിച്ച ബാഫക്കി തങ്ങളുടെ മരണാനന്തര ചടങ്ങുകളുടെ ഫോട്ടോ ആൽബം ചെറിയ മമ്മൂക്കയാണ് തലശ്ശേരിയിൽ കൊണ്ടുവന്നത്. ബേബി ജോൺ, TV തോമസ് എന്നിവരും വിശേഷ ചടങ്ങുകളിൽ ബംഗ്ലാവിലെത്തി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരി മണ്ഡലം UDF സ്ഥാനാർത്ഥി MP അരവിന്ദാക്ഷന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസായും, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസായും കെഎസ് ബംഗ്ലാവ് പ്രവർത്തിച്ചു. വ്യവസായി പൊട്ടങ്കണ്ടി അബ്ദുള്ള ഉൾപ്പെടെയുള്ളവരാണ് ബംഗ്ലാവ് വിലക്കെടുത്തത്. കോഴിക്കോട് നിന്നെത്തിയ തൊഴിലാളികളാണ് ബംഗ്ലാവ് പൊളിക്കുന്നത്. ഒരു കാലത്ത് കേരള ചരിത്രത്തിൻ്റെ, രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭൂപടം തന്നെ മാറ്റിമറിച്ച ഒരു വീടായിരുന്നത്. ജനാബ് CKP ചെറിയ മമ്മൂക്കൈ, മുസ്ലിം ലീഗിൻ്റെ ആരാധനായ നേതാവ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെയായിരുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക മന്ത്രിമാരും നേതാക്കന്മാരും ഒക്കെ ഇവിടെ നിത്യ സന്ദർശകരായിരുന്നു. മുൻ മുഖ്യമന്ത്രി അച്യുതൻ മേനോൻ മുതൽ ബേബി ജോൺ മുതൽ എല്ലാവരും, KG മാരാറും CH കണാരനും ഒക്കെ ഈ വീട്ടിൽ അതിഥിയായി എത്തിയിട്ടുണ്ട്. തലശ്ശേരി 1971 കലാപകാലത്ത് കേരളത്തെ രാഷ്ട്രീയത്തിലെ നേതാക്കന്മാരൊക്കെ ഈ വീട്ടിൽ തമ്പടിച്ച് കലാപം അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുകയുണ്ടായി. മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് ജനാബ് CKP ചെറിയ മമ്മൂക്കൈ സാഹിബാണ്. ഏതായാലും വളരെ വിഷമം തോന്നുന്നുണ്ട്, കാരണം ഈ വീട് ഇങ്ങനെ പൊളിച്ച് നീക്കം ചെയ്യപ്പെടുന്നതിൽ. പക്ഷേ നിർവാഹമില്ല, ഇവിടെ താമസിക്കാൻ ആരുമില്ല. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.